മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലേക്കും നമുക്ക് പ്രവേശിക്കാം. 29-ാം സങ്കീർത്തനം 2-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. സങ്കീർത്തകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ നാമം മഹത്വപൂർണമായ നാമമാണ്. ആ നാമത്തിന് മുൻപിൽ എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ അല്പസമയം പരിശുദ്ധാത്മാവിൽ നിറയുവാനായി പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിന്റെ മണിക്കൂറുകളാണ്. നമ്മൾ വലിയ ദാഹത്തോടെ കരമടിച്ച് എല്ലാവരും ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു. ഉയരത്തിലെ കാറ്റിവിടെ അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. സ്വർഗത്തിലെ തീ ഇവിടെ അനേകം കുടുംബങ്ങളെ അഭിഷേകം ഇറങ്ങട്ടെ. അന്യഭാഷ എല്ലാരും ചൊല്ലിടട്ടെ, ആനന്ദത്താലാർത്തു പാടി സ്തുതിച്ചിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ പകരണമേ, കൃപ പകരണമേ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് പാടി എല്ലാവരും അനേകരെ കർത്താവ് അഭിഷേകം ചെയ്യാം. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. കർത്താവേ, കൃപ പകരണമേ, പകരണമേ, പകരണമേ. കരങ്ങൾ ഉയർത്തി അടിച്ച് അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. അന്ത്യകാലമായല്ലോ, അന്ത്യനാളെടുത്തല്ലോ, മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. മറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാം. ഇരു കരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അനേകം കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മ ഇറങ്ങി വരുന്ന സമയം, കുടുംബ തകർച്ചകൾ മൂലം കുടുംബ സമാധാനം നഷ്ടപ്പെട്ട അനേകം ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരികയാണ്. പല വിധത്തിലുള്ള പാപത്തിന്റെ അശുദ്ധിയുടെ ബന്ധനത്തിൽ സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന ജീവിതങ്ങളെ അത്ഭുത വിമോചനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, വരിക, വരിക, വരിക. അങ്ങയുടെ 10,000ങ്ങളിലേക്ക് വരിക, ജനകോടികളിലേക്ക് വരിക. പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, സകലവിധ അശുദ്ധിയുടെ ബന്ധനങ്ങളിൽ നിന്ന് അനേകം ആയിരങ്ങളെ പരിശുദ്ധാത്മാവേ വിമോചിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തകർന്നിരിക്കുന്ന കുടുംബങ്ങളിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. വേദനിച്ചിരിക്കുന്ന ജീവിതങ്ങളിൽ അവിടുത്തെ ശക്തി വെളിപ്പെടട്ടെ. ലോർഡ്, പ്ലീസ് റിലീസ്. പാപത്തിന്റെ സകല വിധത്തിലുള്ള മ്ലേച്ഛതയിൽ നിന്ന് ഈ തലമുറയെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അഗ്നിയായി വരിക, അനേകരെ വിശുദ്ധീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി പ്രിയപ്പെട്ടവരെ ദാഹത്തോടെ പ്രാർത്ഥിച്ചോ. ഇത് കൃപയുടെ സമയമാണ്. അനേക ആയിരങ്ങളിലേക്ക് കർത്താവ് തന്റെ കൃപ
പകരുകയാണ്. ലോർഡ് ടച്ച് ലോർഡ്. അനേകം ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ലോകത്തിന് വേണ്ടി മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകം ആയിരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ കർത്താവേ കരം വെച്ച് അഭിഷേകം ചെയ്യണമേ. ലോർഡ് ബ്ലെസ് ബ്ലെസ് ബ്ലെസ്. സാത്താന്റെ സകല വഞ്ചനകളും ചതികള് കെണികള് അവന്റെ സകല പോരുകളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിർവീര്യമാകട്ടെ. ലോർഡ് റിലീസ് റിലീസ് റിലീസ്. സകല ബന്ധന കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. ദൈവജനം ആത്മാവിൽ ഉണരട്ടെ ഉണരട്ടെ ഉണരട്ടെ. ലോർഡ് ബ്ലെസ് 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 ലോർഡ്. കർത്താവേ അങ്ങയുടെ ജനത്തിന്റെ മേൽ അവിടുന്ന് ഇടപെടണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തിനു വേണ്ടി അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കാൻ കഴിയുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് തുറവിയുള്ളവരായി പ്രാർത്ഥനാപൂർവം ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് ഇടപെടുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, ക്ഷാമം, ഈ അടയാളങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്ന മുന്നറിയിപ്പുകളെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 7-ാം തിരുവചനം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. വളരെ വ്യക്തമായി ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. നിന്റെ ആഗമനത്തിന് അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം. ഈശോ വ്യക്തമായി അവരോട് പറഞ്ഞു, പല സ്ഥലങ്ങളിലും ക്ഷാമങ്ങളെക്കുറിച്ചും ഭൂകമ്പങ്ങളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുമെന്ന് കർത്താവ് വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ വീണ്ടും വചനം പറയുന്നു, വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും. എന്തുമാത്രം കൃത്യമാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വാക്കുകൾ. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനുദിന വാർത്താ മാധ്യമങ്ങൾക്ക് എന്താ നമ്മോട് പറയാനുള്ളത്? ഏത് മാധ്യമങ്ങൾ നമ്മൾ നോക്കിയാലും നമുക്കിന്ന് കാണാൻ കഴിയുന്ന എന്താ? പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ച്, വലിയ വലിയ ഭൂകമ്പങ്ങളെ കുറിച്ച്, കൊടുങ്കാറ്റുകളെ കുറിച്ച്, പേമാരിയെ കുറിച്ച്, അഗ്നിപർവ്വത സ്ഫോടനത്തെ കുറിച്ച്, അതുപോലെ തന്നെ ലോകമെമ്പാടും നടമാടുന്ന ക്ഷാമം, വിവിധങ്ങളായ പട്ടിണികള്, പകർച്ചവ്യാധികള്, ഇങ്ങനെ പോവുകയാണ് ലോകത്തിന്റെ വാർത്തകൾ. എന്താണ് ഇതിലൂടെ സ്വർഗം നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ ഭയചകിതരാകാനാണോ? സഹോദര സഹോദരി, നമ്മൾ അസ്വസ്ഥരാകാനാണോ? അല്ല. ഈ അടയാളങ്ങളിലൂടെയെല്ലാം എന്താണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും കർത്താവിലേക്ക് തിരിയുവാനും പാപം ഉപേക്ഷിക്കുവാനും കൂടുതൽ സമർപ്പണത്തോടെ സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വരുവാനുമുള്ള ആഹ്വാനമാണ് ഈ അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്കും നൽകുന്നത്. മെജുഗോറിയായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അനുദപിക്കാത്ത, മാനസാന്തരപ്പെടാത്ത
ലോക ജനതയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ചില തകർച്ചകളെ കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകുകയുണ്ടായി. അതിലൊരു മുന്നറിയിപ്പ് ഇപ്രകാരമായിരുന്നു: യുദ്ധങ്ങളും ദുരന്തങ്ങളും, അനേകർ കൊല്ലപ്പെടുന്ന ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും, പകർച്ചവ്യാധികൾ, ക്ഷാമങ്ങൾ, ജലപ്രളയങ്ങൾ, ഭൂകമ്പങ്ങൾ മുതലായ പ്രകൃതി ദുരന്തങ്ങൾ സ്ഥിരമാകും. വളരെ വ്യക്തമായി പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേക ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ജലപ്രളയങ്ങൾ, ഏറ്റുമുട്ടലുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ ഇവയെല്ലാം സ്ഥിരമാകും. എത്ര കൃത്യമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ നാളുകളിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം ഭൂകമ്പങ്ങളാണ് സംഭവിക്കുന്നത്. 2010 ജനുവരി 12 ലോകത്തെ വളരെയധികം വേദനിപ്പിച്ച ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ഹെയ്ത്തിയിലാണ് സംഭവിച്ചത്. ആ ഭൂകമ്പത്തിൽ ഏകദേശം 3.25 ലക്ഷത്തോളം പേര് മരണമടയുകയാണ്. 3,25,000-ഓളം പേര് കൊല്ലപ്പെടുകയാണ്. അനേക ലക്ഷങ്ങൾക്ക് മുറിവേറ്റു. പലരും ഭവനരഹിതരായി, അനേകരെ കാണാതെയായി. ആ വലിയ ഭൂകമ്പം വരുത്തിവെച്ചത് വളരെ ഭീമാകരമായ നഷ്ടങ്ങളായിരുന്നു. 2008 മെയ് മാസം 12 ചൈനയിലുണ്ടായ മറ്റൊരു ഭൂകമ്പം. ഏകദേശം 75,000-ഓളം പേരാണ് ആ ഭൂകമ്പത്തിൽ മരണമടഞ്ഞത്. നമുക്കറിയാം, ജപ്പാനിലുണ്ടായ സുനാമി ഭൂകമ്പത്തിലൂടെ എന്താ സംഭവിച്ചത്? 10,000-കണക്കിന് പേര് മരണമടയുകയാണ്. ഇന്ന് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ ഭൂകമ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും അവിചാരിതമല്ല. 1993 നമ്മുടെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുണ്ടായ ഭൂകമ്പത്തിൽ ഏകദേശം 40,000-ഓളം പേരാണ് മരണമടഞ്ഞത്. 1988 റഷ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ ഏകദേശം 1,00,000-ൽ പരം ആളുകൾ മരണമടയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 1700 വർഷങ്ങളിൽ ഏകദേശം 22ഓളം മേജർ ഭൂകമ്പങ്ങളാണ് ലോകത്തിൽ സംഭവിച്ചത്. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂകമ്പങ്ങൾ മാസത്തിൽ 3ഉം 4ഉമായി വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് വീഡിയോയിലൂടെ നോക്ക്. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന പല ഭൂകമ്പങ്ങളും എന്തുമാത്രം നാശനഷ്ടങ്ങളാണ്, മനുഷ്യവർഗത്തിന് എന്തുമാത്രം തകർച്ചകളാണ് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ കൊടുങ്കാറ്റുകള് നമ്മളായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിന്ന് ആകമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ 2005 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ശക്തമായ കൊടുങ്കാറ്റ് വീശി 1000 മരണമടഞ്ഞു. കത്രീന, റീത്ത, ഡെന്നീസ് എന്നീ പേരുകളെല്ലാം ഈ കൊടുങ്കാറ്റുകൾക്ക് അമേരിക്കൻ ജനത ഇടുകയാണ്. ഈ കഴിഞ്ഞൊരു വർഷം 2012 ഐസക്, സാൻഡി എന്നുള്ള കൊടുങ്കാറ്റുകൾ വീണ്ടും അവിടെ വീശി അടിച്ചു. നമ്മുടെ ഇന്ത്യയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടതാണ് ആന്ധ്രയുടെ തീരങ്ങളിൽ രൂപപ്പെട്ട കാറ്റ്. എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് അനേകർക്കത് വരുത്തി വെച്ചത്. ഈ കഴിഞ്ഞ നവംബർ മാസം ഫിലിപ്പീൻസിൽ നടന്ന വലിയൊരു കൊടുങ്കാറ്റിൽ 10,000-കണക്കിന് വ്യക്തികൾ മരണമടയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രകൃതിക്ഷോഭങ്ങൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റിലൂടെ, കൊടുങ്കാറ്റിലൂടെ, പേമാരിയിലൂടെ എന്തുമാത്രം നാശനഷ്ടങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അനുഭവിക്കുവാനും വിശുദ്ധീകരിക്കപ്പെടാനും പാപജീവിതം ഉപേക്ഷിച്ച് കർത്താവിലേക്ക് തിരിയുവാനുമുള്ള ആഹ്വാനമാണ് ഇതിലൂടെ എല്ലാം സ്വർഗം നമുക്ക് നൽകുന്നത്. പട്ടിണി മൂലം നമുക്കറിയാം, ഇന്ന് നമ്മളൊരു മോഡേൺ വേൾഡിലാണ്. എന്തുമാത്രം ഇന്ന് ടെക്നോളജി വർദ്ധിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മോഡേൺ വേൾഡിൽ പട്ടിണി വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. UN കണക്കനുസരിച്ച് ഓരോ ദിവസവും 22,000-ഓളം വരുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പട്ടിണി മൂലം
മരണമടയുന്നുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളും ഇന്ന് പട്ടിണിയുടെ പിടിയിലാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഇന്ന് വലിയ ദാരിദ്ര്യത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചത് നോക്കിയേ, എന്തുമാത്രം കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം കരയുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ ക്യൂ നിൽക്കുന്നത് കണ്ടു. എല്ലും തോലുമായ ശരീരഭാഗങ്ങൾ, എന്തൊരു ദയനീയമായ കാഴ്ച. യേശു പറഞ്ഞു, നിങ്ങൾ പട്ടിണിയെ കുറിച്ച് കേൾക്കും, പല സ്ഥലങ്ങളിലും ക്ഷാമമുണ്ടാകും. നമുക്കറിയാം, ഇന്ന് ഭക്ഷ്യവസ്തുക്കൾക്കെല്ലാം തീപിടിച്ച വിലയാ. പച്ചക്കറികൾക്കൊക്കെ എന്താ വില, മത്സ്യമാംസത്തിനൊക്കെ എന്താ വില. എന്താ ഇതിന് കാരണം? ഭക്ഷ്യവസ്തുക്കളുടെ ദൗർലഭ്യം, സാധനങ്ങൾ കിട്ടാനില്ല. എന്താ ഇന്ന് സംഭവിക്കുന്നത്? മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനോട് മറുതലിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ തിന്മ ഈ പ്രകൃതിയുടെ സന്തുലിത അവസ്ഥയ്ക്ക് തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തി വെച്ചിരിക്കുകയാ. പകർച്ചവ്യാധികൾ. ശുലൂക്കാട് സുവിശേഷം 21 അധ്യായം 11 വചനത്തിൽ യേശു പറഞ്ഞു, പല സ്ഥലങ്ങളിലും നിങ്ങൾ പകർച്ചവ്യാധികളെ കുറിച്ച് കേൾക്കും. ഇന്ന് എന്തൊക്കെ പകർച്ചവ്യാധികളല്ലേ? പക്ഷിപ്പനി, പന്നിപ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, തക്കാളിപ്പനി. അങ്ങനെ ഒരു സാധനം ഉണ്ട്, അങ്ങനെ ഒരു പനിയുണ്ട്. നിങ്ങൾ ചിരിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. തക്കാളിപ്പനി, ചിക്കൻ ഗുനിയ, എന്തൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കുക, എന്റെ സഹോദര സഹോദരി, ഈ പക്ഷിപ്പനിയും പന്നിപ്പനിയും തക്കാളിപ്പനിയും ചിക്കൻ ഗുനിയായും നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? അധികം കൊല്ലങ്ങളൊന്നും ആയിട്ടില്ല. ഈ അടുത്ത നാളുകളിലാണ് നമ്മൾ ഇതെല്ലാം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ലോക ജനത ഭയപ്പെട്ടു. ഈ പകർച്ചവ്യാധികളുടെ വൈറസ് അന്തരീക്ഷത്തിലുണ്ട്. മെഡിക്കൽ സയൻസ് ഇതുപോലെ ഡെവലപ്പ് ചെയ്തിട്ടും ഈ പകർച്ചവ്യാധികളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇത് കർത്താവിന്റെ വചനത്തിന്റെ നിവൃത്തികളാണ്. യേശു പറഞ്ഞു, പകർച്ചവ്യാധികളെ കുറിച്ച് കേൾക്കും. നിങ്ങൾ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 22 വചനത്തിലോട്ട് വരിക. അവിടെ യേശു പറഞ്ഞു, കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ നമ്മൾ കേട്ട പേരാണ് സുനാമി. സുനാമി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് എന്നാ? 2004 നമ്മൾ ആദ്യമായി സുനാമി എന്നുള്ള പേര് കേട്ടത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്തോനേഷ്യയുടെ തീരത്തുണ്ടായ സുനാമിയിൽ മരണമടഞ്ഞത്. ഈ അടുത്ത നാളിൽ ജപ്പാനിലുണ്ടായ സുനാമിയിൽ 10,000 മരണമടഞ്ഞു. നിങ്ങൾ ആ രംഗം നോക്കിക്കണ്ടേ? കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. എത്ര കൃത്യമാണ് കർത്താവിന്റെ വാക്കുകൾ. കാറുകളൊക്കെ ഒഴുകിപ്പോണത് കണ്ടു. പട്ടണങ്ങളെല്ലാം വെള്ളത്തിൽ മൂടുകയാണ്. പ്രിയ സഹോദര സഹോദരി, ഇതിലൂടെ എന്താണ് പരിശുദ്ധാത്മ നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത്? പ്രധാനമായി 3 കാര്യങ്ങളാ. ഒന്നാമതായി, മനുഷ്യന്റെ നിസ്സാരത. നമുക്കറിയാം, വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ കെട്ടിപ്പൊക്കിയത് മുഴുവൻ ഒരൊറ്റ സെക്കൻഡുകൾ കൊണ്ടാണ് തകർന്ന് തരിപ്പണമാകുന്നത്. ശാസ്ത്രം എന്തുമാത്രം വളർന്നാലും അതിനൊരുപാട് പരിമിതികളുണ്ട്. പരിമിതികളില്ലാത്തത് സർവശക്തനായ കർത്താവ് മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകന യേശയ്യായിലൂടെ ദൈവം സംസാരിച്ചു. 2 അധ്യായം 22 തിരുവചനത്തിൽ, മനുഷ്യനിൽ നീ വിശ്വാസം അർപ്പിക്കരുത്, അവനൊരു ശ്വാസം മാത്രം. എത്ര വലിയ ഉന്നതനായ വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ വചനം മനുഷ്യനെ കുറിച്ച് പറയാണ്, അവനൊരു ശ്വാസം മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കാർക്കും ഒന്നും നേടാൻ പറ്റുകയില്ല. ഇന്ന് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ലോകം ദൈവത്തെ മാറ്റി നിർത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15:5 യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നെ കൂടാതെ. കർത്താവിനെ മാറ്റി നിർത്തി കാര്യങ്ങൾ ആവിഷ്കരിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കിയ
ജനതയെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകം 11 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ബാബേൽ ഗോപുരം, ആകാശം മുട്ടുന്ന രീതിയിലുള്ള ഗോപുരം അവർ ഉണ്ടാക്കി. എന്നാൽ എന്താ ഉണ്ടായത്? അതെല്ലാം ഛിന്ന ഭിന്നമായി പോയി, അതെല്ലാം തകർന്നു പോയി. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. പ്രകൃതിക്ഷോഭങ്ങളിലൂടെ, പട്ടിണിയിലൂടെ, പകർച്ചവ്യാധികളിലൂടെ എല്ലാം സ്വർഗത്തിൽ നമ്മോട് പറയുവാനുള്ളത് മനുഷ്യന്റെ നിസ്സാരതയെ കുറിച്ചാണ്. രണ്ടാമത് മനുഷ്യന്റെ തിന്മയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്? ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 24 അധ്യായം 5 തിരുവചനത്തിൽ വചനം പറയുന്നു, ഭൂമി അതിലെ മനുഷ്യർ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും ശാശ്വതമായി ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അവർ കർത്താവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നു. ഭൂമി അതിലെ മനുഷ്യർ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അത്രമാത്രം ഇന്ന് ഭൂമി പൊല്യൂട്ടഡായി, ഭൂമി ദുഷിച്ചുപോയി. ഭൂമിയിൽ അതുപോലെ തിന്മ പെരുകി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? 20 വചനത്തിൽ വ്യക്തമായി പരിശുദ്ധാത്മാ പറയാ, ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, അത് കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്രമാത്രം ഭാരമേറിയതാണ്. ഈ ഭൂമി പൊല്യൂട്ടഡായി. മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുമ്പോൾ പ്രകൃതി മനുഷ്യനോട് മറുതലിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 18 അധ്യായം 20 തിരുവചനത്തിൽ ദൈവമായ കർത്താവ് അബ്രഹാമിനെ നോക്കി പറയുകയാണ്, അബ്രഹാമേ, സോദോമിനും ഗോമോറയ്ക്കും എതിരെയുള്ള മുറിവിളി വളരെ വലുതാണ്, അവരുടെ പാപം ഗുരുതരമാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് സോദോമിനെ കുറിച്ചും ഗോമോറയെ കുറിച്ചും കർത്താവ് ഇത് പറഞ്ഞുവെങ്കിൽ ഇന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ കുറിച്ച്, ദേശങ്ങളെ കുറിച്ച്, പട്ടണങ്ങളെ കുറിച്ച്, ലോക ജനതയെ കുറിച്ച് കർത്താവ് വിലപിക്കുകയാണ്. ഈ ജനത്തിനെതിരെയുള്ള മുറിവിളി വളരെ വലുതാണ്. ഈ ജനതയുടെ പാപം വളരെ ഗുരുതരമാണ്, വളരെ ഗുരുതരമാണ്. ഈ പ്രശ്നത്തിനുള്ള പ്രതിവിധി എന്താണ്? നമ്മൾ കർത്താവിലേക്ക് തിരിയുക, നമ്മൾ മാനസാന്തരപ്പെടുക. മെജൂറിയായിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകത്തോട് മറിയം സംസാരിച്ചു. യുദ്ധങ്ങളും പ്രകൃതി ദുരന്തങ്ങളും പ്രാർത്ഥനയും ഉപവാസവും വഴി തടയാമെന്ന് ക്രൈസ്തവർ മറന്നിരിക്കുന്നു. പ്രാർത്ഥനയും ഉപവാസവും വഴി മാത്രമേ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിർത്താനാകൂ. വളരെ വ്യക്തമായിട്ടാണ് പരിശുദ്ധ മറിയത്തിലൂടെ ത്രിയേകദൈവം സംസാരിച്ചത്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പ്രകൃതിക്ഷോഭങ്ങളെ, പകർച്ചവ്യാധികളെ തടയാൻ കഴിയുമെന്ന് കർത്താവ് പരിശുദ്ധ അമ്മയിലൂടെ മുന്നറിയിപ്പ് തരികയാണ്. പ്രിയമുള്ളവർ, ഇതിനുള്ള വഴി നമ്മൾ മടങ്ങി വരിക. സക്രിയ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 3 വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവീൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരും. എൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ മടങ്ങി വരിക. ലോക ജനതയെ നോക്കി, സകല ജനപദങ്ങളെ നോക്കി, നമ്മെ ഓരോരുത്തരെയും നോക്കി കർത്താവ് വിളിച്ചു പറയാ, മക്കളെ, നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക, നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക, വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വരിക, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക, വിശ്വസ്തതയിലേക്ക് മടങ്ങി വരിക, ഉപവാസത്തിലേക്ക് മടങ്ങി വരിക, പരസ്പരമുള്ള സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ഇത് തന്നെയല്ലേ പ്രവാചകനായ യെശയ്യായും പറയുന്നത്? 1 അധ്യായം 18 വചനത്തിൽ വചനം പറയുന്നു, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞുപോലെ വെളുപ്പിക്കും, അവ രക്തവർണ്ണമെങ്കിലും ഞാൻ കമ്പിളി പോലെ നിർമ്മലമാക്കും. കർത്താവ് പറയാണ്, വരുവിൻ, നമുക്ക് രമ്യപ്പെടാം. ഇത് മാനസാന്തരത്തിനുള്ള സമയമാണ്, അനുദപിക്കുവാനുള്ള സമയമാണ്, പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും തിരിച്ചു നടക്കുവാനുള്ള സമയമാണ്. നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനായി സമർപ്പിക്കപ്പെടേണ്ട സമയമാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിച്ച ഈ തിരുവചന സത്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും മാനസാന്തരപ്പെടുവാനും
കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ അനുദപിക്കുവാനുമുള്ള ആഹ്വാനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുക്കാം. മുട്ടുകുത്തി കൈവിരിച്ച് ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും കർത്താവിന്റെ അത്ഭുതകരമായ കരത്തിന്റെ ശക്തിയാൽ തടയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നൽകുന്ന ഈ തിരുവചനത്തോട് യെസ് പറയാൻ, കർത്താവെ ഞാനതിന് തയ്യാറാണെന്ന് ഏറ്റുപറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? എങ്കിൽ സഹോദര സഹോദരി, ഒരു പരിപൂർണമായ സമർപ്പണത്തോടെ തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിലൂടെ നമ്മിലേക്ക് പകരപ്പെടുന്ന അഭിഷേകത്തെ സ്വീകരിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളെയും നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തിന്റെ കുദാശയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ മഹത്വം നമുക്ക് അനുഭവിക്കാം. ഇരുകരങ്ങളും കർത്താവിന്റെ തിരുമുമ്പിൽ യാചനാപുറം തുറന്നു പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. കാലത്തിന്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ പരിശുദ്ധാത്മ നമ്മൾ ഇന്ന് പഠിപ്പിക്കുകയായിരുന്നു. ലോകമെമ്പാടും നടമാടുന്ന പട്ടിണിയും ക്ഷാമവും പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ച് ഇന്നത്തെ ആരാധന ശുശ്രൂഷയിൽ ലോകമെമ്പാടും പട്ടിണി അനുഭവിക്കുന്ന, കടുത്ത ക്ഷാമം അനുഭവിക്കുന്ന എല്ലാ ദേശങ്ങൾക്കും സമൂഹങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈ ആരാധന ശുശ്രൂഷയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ കർത്താവേ അവിടുത്തെ കൃപ പകരണമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, സ്നേഹം പകരണമേ, അനുഗ്രഹം പകരണമേ. കർത്താവ് നൽകുന്ന ഈ അഭിഷേകത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പാപബന്ധനത്തിന് കെട്ടുകള്, തിന്മയുടെ ആധിപത്യങ്ങള്, രോഗശക്തികള്, ശാപമുഖങ്ങള് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങൾ, തലമുറകൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. വരിക, വരിക പരിശുദ്ധാത്മാവേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. വിശ്വാസത്തിലൂടെ നിങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്ക്. ഇത് പതിനായിരങ്ങളിലേക്ക് കർത്താവിന്റെ കൃപ പെരുമഴ പോലെ പെയ്തിറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ, പതിനായിരങ്ങളിൽ പ്രവർത്തിക്കണമേ, ജനലക്ഷങ്ങളിൽ പ്രവർത്തിക്കണമേ. പട്ടിണി മൂലം വേദനിക്കുന്ന, ക്ഷാമം മൂലം വേദനിക്കുന്ന, പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കുടുംബം നഷ്ടപ്പെട്ട, ജീവിതങ്ങൾ നഷ്ടപ്പെട്ട, ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ജനലക്ഷങ്ങളുടെ മേൽ കരുണ, കരുണ, കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ അഭിവന്യ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിലൂടെ ക്രിസ്മസ് സന്ദേശം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു വരിക. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ.